കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുള്ള 3 പരീക്ഷണങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷണത്തിലേക്ക് കിടക്കാം. അതിനായി ഞാൻ ഒരു ഗ്ലാസ്സിൽ മെഴുകുതിരി ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസറ്റിക് ആസിഡ് ആയ വിനെഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം മെഴുകുതിരി കത്തിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അസറ്റിക് ആസിഡ് ആയ വിനെഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ വിനെഗിരി ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ മെഴുകുതിരി അണഞ്ഞു. കാരണം എന്തെന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആയ അപ്പക്കാരവും അസറ്റിക് ആസിഡ് ആയ വിനെഗിരിയും ചേരുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം തീയെ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ്. അതുകൊണ്ടാണ് ഇവിടെ മെഴുകുതിരി കെട്ടത്. കൂട്ടുകാരെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത പരീക്ഷണം തുടങ്ങിയാലോ. അതിനായി ഞാൻ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോപ്പും വെള്ളം, ബേക്കിംഗ് സോഡ, വിനെഗിരി, ഫുഡ് കളർ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങാം. ആദ്യം ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സോപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിലേക്ക് കുറച്ച് ഫുഡ് കളറും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. വോൾക്കനോ ഉപ്പതാ അതിന് പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് പതഞ്ഞ് പുറത്ത് ചാടിയില്ലേ. കാരണം എന്താ വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡയും അസറ്റിക് ആസിഡ് ആയ വിനെഗിരിയും ചേരുമ്പോൾ അവിടെ സോഡിയം അസറ്റേറ്റ് ഉണ്ടാകുന്നു. അസറ്റേറ്റും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിൽ പതഞ്ഞു പുറത്ത് ചാടുന്നത്. അപ്പൊ നമുക്ക് അവിടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് തുടങ്ങിയാലോ. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബലൂണ്, പിന്നെ സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡ, അസറ്റിക് ആസിഡ് ആയ വിനെഗർ, പിന്നെ ഒരു ചെറിയ സ്പൂൺ, ഒരു കാലിക്കുപ്പിയും. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം വിനെഗർ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
ഇനി നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടാൻ പോവാണ്. ബേക്കിംഗ് സോഡ അങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറെ പുറത്തു പോകും. അതുകൊണ്ട് നമുക്ക് ബലൂണിൽ നിറച്ചിട്ട് ഇടാം. അപ്പൊ നമ്മൾ ബലൂണിനെ ഈ കുപ്പിയിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് ഈ ബലൂൺ പൊക്കിയിട്ട് ബേക്കിംഗ് സോഡ ഇതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ബലൂൺ ഉയർത്തുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആയ ബേക്കിംഗ് സോഡയും അസറ്റിക് ആസിഡായ വിനേഗറും ചേരുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ബലൂണിനെ വീർപ്പിച്ചത്. അപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ചെയ്ത 3 എക്സ്പെരിമെന്റ് കൂടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.